നമസ്കാരം. നമ്മുടെ മൂന്നാമത്തെ ദിവസമാട്ടോ സ്ഥലാലയിൽ ഇന്ന്. മൂന്നാമത്തെ ദിവസവും നാലാമത്തെ വീഡിയോയും. നമ്മൾ ഇന്നലെ വെസ്റ്റ് ഓഫ് സ്ഥലാല എല്ലാം കറങ്ങി തിരിഞ്ഞു വന്നു. രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. ഇതാ നേരം വെളുത്തു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അടുത്ത ട്രിപ്പിന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് കറങ്ങാൻ പോണത് ഈസ്റ്റ് ഓഫ് സ്ഥലാലയാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. നല്ല അടിപൊളി ഒരു വീഡിയോ ആയിരുന്നു. കാണാത്തവരൊക്കെ അതൊന്ന് പോയി കാണണം. അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ കാഴ്ചകൾ കണ്ട് ഇത് അവിടെ നിന്ന് ആരംഭിക്കാം. അപ്പം അതുപോലെ എല്ലാവരും ഇറങ്ങി റെഡിയായി നിൽക്കണ്ടേ? ഓൾ സെറ്റ്? ഞോഞ്ഞി, അച്ചു, ആ പതുക്കെ. എസി റെഡി? തുടങ്ങാം നമുക്ക്. ബെസ്റ്റ് ഫ്രണ്ട് ഏത് ഈച്ച? മഴ കാരണം അവിടെ ഈച്ച ശല്യം പ്രാണി ശല്യം ഒക്കെ ഉണ്ട് കേട്ടോ സലാലയില്. കാര്യമായിട്ടില്ല, ഒരു ചെറിയ തോതില്. ഈ ഈസ്റ്റ് ഓഫ് സലാല എന്ന് പറയണതാണ് സലാലയിലെ ഏറ്റവും കൂടുതൽ വെള്ളച്ചാട്ടങ്ങളും ഒരുപാട് നിങ്ങൾ വെള്ളച്ചാട്ടങ്ങളും വാദികളൊക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ ഉള്ളത് ഈസ്റ്റ് ഓഫ് സലാലയിലാണ്. അപ്പോൾ അവിടേക്കാണ് ഇപ്പം നമ്മൾ പോകാൻ പോണത്. ഓരോന്നായിട്ട് നിങ്ങളെ കാണിക്കാം. നമ്മളിപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ ഇന്ന് മഞ്ഞൊന്നും കാണാനില്ല, പക്ഷെ ഭയങ്കര മഴക്കാറാണ്. ഏത് സമയത്ത് വേണമെങ്കിലും മഴ പെയ്യാമെന്നുള്ള അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇന്നലെ ഭാഗ്യത്തിന് നമ്മൾ കറങ്ങാൻ പോണോടത്തൊന്നും മഴ ഉണ്ടായില്ല. അത് കാരണം എല്ലാ സ്ഥലത്തും ഇറങ്ങി നടന്ന് സുഖമായി കാണാൻ പറ്റി. ഇന്നിപ്പോ മഴ ഉണ്ടെങ്കിൽ സ്ഥലങ്ങൾ ഇറങ്ങി കാണലൊരു ബുദ്ധിമുട്ടാവും. എന്തായാലും ഇങ്ങനെ നിൽക്കുകയാണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ പോവും. നോക്കാം നമുക്ക്. നമ്മള് പറഞ്ഞു കഴിഞ്ഞില്ല, അതിനു മുന്നേതാ ശക്തമായ മഴയും കാറ്റും തുടങ്ങിയിട്ടാ. നല്ല മഴയും നല്ല കാറ്റുമാണ് പുറത്ത്. ഇനിയിപ്പോ പോണോടത്തൊക്കെ എന്താവും അവസ്ഥ എന്നറിയില്ല. നമ്മളിപ്പോ പോകാൻ പോണത് അയണത്തും എന്ന് പറഞ്ഞൊരു വാട്ടർഫോൾ കാണാനാണ് കേട്ടോ. വാട്ടർഫോൾ അവിടെ ഉണ്ടോ അല്ലേന്നൊന്നും ഉറപ്പില്ല. കാരണം ഇതൊക്കെ മഴയുടെ ശക്തി അനുസരിച്ചിട്ട് ഉത്ഭവിക്കുന്ന സംഭവങ്ങളാണ്. അപ്പം മഴയുടെ ശക്തി കൂടിയിട്ടുണ്ടെങ്കിൽ വാട്ടർഫോളും വരും. അതാണ് സെറ്റപ്പ്. നേരത്തെ പെയ്യുണ്ടായിരുന്ന മഴ അതാ ഇപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ഒന്ന് തോർന്നുണ്ട്. കണ്ടില്ലേ? മലയൊക്കെ നല്ല പച്ചമൂടി നിക്കണ്. നല്ല കോടമഞ്ഞും കാണാം നിങ്ങൾക്ക് മുന്നിലേക്ക്. നമ്മളിപ്പോ ഇതാ ഇവിടേക്കാണ് പോണത്. ഇവിടെയാണ് ഈ വാട്ടർഫോള്. പോയി നോക്കാം നമുക്ക്. നിങ്ങൾ ഈ പോണ റൂട്ട് കണ്ടോ? റോഡിന്റെ രണ്ട് സൈഡും പച്ച മൂടിയിട്ട്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇത് ഒമാനിലെ സലാല എന്ന് പറയുന്ന സ്ഥലമാണെന്ന്? ഇത് കേരള എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാതിരിക്കില്ല. കണ്ടില്ലേ? രണ്ട് സ്ഥലത്തും പച്ച മൂടി, അതിന്റെ ഉള്ളിൽ കൂടെ ഒരു റോഡ്. ഇതാ നമ്മളിങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കണു. ചെറുതായി ചാറ്റൽ മഴയുണ്ട്. കണ്ടോ ഈ സ്ഥലം? തകർത്തില്ലേ? നമ്മളപ്പോ ഇതാ അയണത്തും വാട്ടർഫോൾസ് കാണാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. ഇവിടെ ഒരു ചെറിയ രീതിയിൽ തിരക്കൊക്കെ കാണാണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വാട്ടർഫോൾസിന്റെ അവിടേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര കണ്ട് വെള്ളച്ചാട്ടം ഉണ്ടെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം എന്തായാലും. ആ വെള്ളച്ചാട്ടം കാണാൻ പോലുള്ള നടത്തം മാത്രം ഉണ്ടല്ലോ, എന്താ രസം എന്നറിയോ? രണ്ട് ഭാഗത്തും ചുറ്റുപാടും എന്താ കുറ്റിച്ചെടികളൊക്കെ ആയിട്ട് അടിപൊളിയൊരു വാക്കുവാണ് കേട്ടോ അത്. നമ്മളിതാ അവിടെ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ടൊക്കെ കേൾക്കാം. നമ്മൾ എത്തിയിട്ടോ. ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. കണ്ടില്ലേ? അങ്ങനെ ഫുൾ സ്വിങ്ങിലൊന്നുമില്ല, ചെറുതായിട്ടാണല്ലോ. കാരണം മഴ ഫുൾ ശക്തിയായിട്ട് പെയ്തു തുടങ്ങിയിട്ടില്ല. അത് കാരണം ഒരു ചെറിയ രീതിയിലാണ് വെള്ളം വരുന്നത്. കണ്ടില്ലേ? ഇതാ വെള്ളം ഇവിടെ നിന്ന് മുകളിൽ നിന്ന് താഴ്ത്ത് വന്ന് ചാടുന്നു. അവിടെ നിന്ന് അങ്ങനെ ഒലിച്ചു പോകട്ടത്. കുറച്ചുകൂടി മഴ ശക്തമായാൽ ഇവിടെ കംപ്ലീറ്റ് വെള്ളമാവും. ഇവിടെ എന്തോ ചെറിയ പ്രാണികളുണ്ട് കേട്ടോ. അത് അച്ചുവിനെ മാത്രമാണ് ഈ കടിച്ചോണ്ടിരിക്കണേ. എവിടെ അച്ചുവേ? നോട്ടെ കാണിച്ചേട്ടെ. എവിടെ കണ്ടോ? ചെറിയ പ്രാണികളുണ്ട്. അതിങ്ങനെ വന്ന് ദേഹത്ത് ഒട്ടിപ്പിടിച്ച് കടിച്ചോണ്ടിരിക്കുകയാണ്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, പിള്ളേർക്കൊരു ബുദ്ധിമുട്ടാവും. ഇങ്ങനെ ഒരുപാട് വ്യൂ പോയിന്റ്സ് ഉണ്ട് ഇവിടെ. നമുക്ക് ഇന്നെല്ലാം കണ്ടു തീർക്കണം. അപ്പോൾ അതാ നമ്മളിവിടുന്ന് തിരിക്കുകയാണ്. പിന്നെ പിള്ളേർക്കും അധികം നേരം അവിടെ നിൽക്കാൻ പറ്റില്ല, ഈ പ്രാണി വന്ന് കുത്തണ കാരണം.
നിങ്ങളെ ഒന്നും കടിക്കണില്ല, അച്ഛനെ മാത്രമേ കടിക്കണുള്ളൂ പ്രാണി. മീനല്ല, ഇതിനെന്തോ പേര് പറയല്ലോ, ഗപ്പി. ഗപ്പികളുണ്ട് കേട്ടോ അവിടെ. ഗപ്പി കൊറേ കാണാം. ഗപ്പി മീൻ കടിക്കൊന്നുമില്ല പന്നോ. ഓക്കെ, വരുവോ. അച്ചു ഈ ജില്ലയിൽ നിൽക്കാൻ സമ്മതിക്കണില്ല ചേട്ടാ. അച്ചു ഇറങ്ങി ഓടി. നമ്മളവിടെ അത് കണ്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് ഇവിടെ ഇതിൽ കൂടെ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവിടെ ഒരു വെള്ളച്ചാട്ടം കൂടി ഉണ്ട് ഇതിന്റെ തൊട്ടടുത്ത്, അയൺ തൊബ്രൂക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ അയൺ തൊബ്രൂക്കും കൂടി കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. ഇവിടെ തൊട്ടടുത്തല്ലേ, അപ്പൊ അതും കൂടി എന്താ സംഭവം നോക്കിയിട്ട് പോവാന്ന് വിചാരിച്ചു. വ്യൂ ഉണ്ടല്ലോ എല്ലായിടത്തും കിടുക്കാൻ വ്യൂ ആട്ടാ, ഒരു രക്ഷയില്ല. ഒരു സാധനം കണ്ടില്ലെങ്കിലും വേണ്ടില്ല, അതിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയാൽ മാത്രം മതി, അത്ര സെറ്റപ്പാണ്. അപ്പൊ ഇതാണ് കേട്ടാ ഈ അയൺ തബ്രൂക്ക് എന്ന് പറയുന്ന സാധനം. ഇത് ഈ കാട്ടിൽ കൂടെ വരുന്ന അരുവീനെ ഇവര് ഇങ്ങനെ കൊടന്ന് ഒരു തടാകം പോലെ ആക്കി ഇങ്ങനെ ചാലായി ഒഴുക്കി വിട്ടിരിക്കുകയാണ്. കണ്ടോ, ഇതിങ്ങനെ ഒരു ചാലായിട്ട് ഇങ്ങനെ ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഒഴുക്കി വീണ്ടും അത് കാട്ടിലേക്ക് പോകും. അപ്പൊ ഇതാണ് ഇവിടെ കാണാനുള്ളത്. കണ്ടില്ലേ, നല്ലൊരു സെറ്റപ്പാണ്, സംഭവം രസമുണ്ട്. ഇഷ്ടംമാതിരി തവളകളുണ്ട് കേട്ടോ അവിടെ, ഇഷ്ടംമാതിരി മഞ്ഞ തവളകള്. പിള്ളേര് ഇതാ തവളേനായിട്ട് കളിച്ചോണ്ടിരിക്കുക. എന്താ ചെയ്തത്, ഇതാ ഒരു തവളയുടെ മുകളിൽ വേറൊരു തവള കയറിയിരിക്കണു. നോക്കിയേ, ഇതാ ഇതൊക്കെ ഒരു മഞ്ഞ തവളയുടെ മുകളിൽ ഒരു ബ്രൗൺ തവള കയറിയിരിക്കണു. കണ്ടോ, അതിന്റെ മുകളില് പുറത്ത് വിളിച്ചു കൊണ്ടുപോണു, പുറത്ത് ഇരുത്തി കൊണ്ടുപോണു. എവിടെ അതിനെ അല്ല, അതാ ഇതിനെ പുറത്ത് ഇരുത്തി കൊണ്ടുപോണു. നോക്കിയേ, എവിടെ? ആ, അതാ എല്ലാം ഈ മോള് കയറിയിരിക്കുകയാണല്ലോ തവളകള്. ആ, ഇതൊരു തവള സങ്കേതാണ് കേട്ടോ. ഇഷ്ടംമാതിരി തവളകളുണ്ട് ഈ ഭാഗത്ത്. എന്തായാലും സംഭവം രസാണ്. ഈ കാണുന്ന ഒരു തടയണ ഉണ്ടല്ലോ, ഇതുവരെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതിപ്പോ കൊടുന്ന് വെച്ചതാണ്. കണ്ടില്ലേ, അത് വെച്ചോട് കൂടിയിട്ട് ഇതാ വെള്ളമൊക്കെ ഇതാ സ്പ്ലിറ്റ് ചെയ്ത് ഒഴുകാൻ തുടങ്ങി. കണ്ടോ, എല്ലാ സ്ഥലത്തും കൂടെ വെള്ളമായി. ഇപ്പൊ നമ്മക്കൊന്നും അതിന്റെ ചെരുപ്പ് വലിച്ചു പോണു. കണ്ടോ, ഈ ഏരിയ കംപ്ലീറ്റ് വെള്ളമായി. ഇപ്പൊ എല്ലാവർക്കും വെള്ളത്തിൽ നടന്ന് കളിക്കാന്നുള്ള സ്കീമായി. എങ്ങനെയുണ്ട്? ആ തടയണ വെച്ചത് അവര് വീണ്ടും എടുത്തു മാറ്റി കേട്ടോ. അപ്പൊ ഈ വെള്ളമൊഴുക്ക് പുറത്തേക്കുള്ളത് വീണ്ടും നിന്നു. കണ്ടോ, പുറത്തേക്കുള്ള വെള്ളമൊഴുക്ക് നിന്നു. വീണ്ടും ചാലിൽ കൂടെ മാത്രമായി ഒഴുക്ക്. കണ്ടോ, എന്താണെങ്കിലും അടിപൊളി ഒരു സ്ഥലമാണ്. നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. നമ്മളിപ്പോൾ ഇവിടെ കോറൂറി സുംഹുറാം വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ എത്തിയിരിക്കുക കേട്ടോ. ഇതൊരു ആർക്കിയോളജിക്കൽ പാർക്കാണ്. നമുക്കിവിടെ കയറാൻ ഫീസ് വരുന്നത് അഡൽസിന് $1 കുട്ടികൾക്ക് ഫ്രീ ആണ്. നമുക്ക് എന്താ സംഭവം എന്നറിയില്ല, ഇതൊരു ആർക്കിയോളജിക്കൽ പാർക്കാണെന്നറിയാം. ഉള്ളിൽ പോയി നോക്കാം അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. നമുക്ക് കാറായിട്ട് എൻ്റെ ഉള്ളിൽ പോകാം കേട്ടോ. ഗേറ്റ് കടന്ന് നമ്മൾ ഉള്ളിലേക്ക് വന്നാൽ ഇവിടെ ഗംഭീര ഒരു കോട്ട കാണാം കേട്ടോ, കരിങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയത്. ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോന്ന്. ഈ സംഭവം ഉണ്ടല്ലോ ഒരു പ്രധാന പുരാവസ്തു സ്മാരകമാണ് കേട്ടോ. പുരാന കാലഘട്ടങ്ങളിൽ ഇവിടെ ധൂപക്കല്ല് എന്ന് പറഞ്ഞാൽ ഈ കുന്തിരിക്കത്തിൻ്റെ ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു ഈ സംഭവം. ഈ സ്ഥലം ഉണ്ടല്ലോ മെസപ്പൊട്ടാമിയ, ഈജിപ്ത്, സിന്ധു നദീ തടാകം തമ്മിലുള്ള വാണിജ്യ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കണുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്ഥലത്തിന്. ഇവിടെ കിട്ടിയ അവശിഷ്ടങ്ങളിലെ മതസ്മാരകങ്ങൾ, ആവാസ പ്രദേശങ്ങൾ, ഈ കുന്തിരിക്കങ്ങൾ സംഭരിക്കണ മുറികൾ, ഇതൊക്കെയാണ് ഇവിടെ പ്രധാനമായി ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇത്രയൊക്കെ ഡീറ്റെയിൽ തരാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ലോ. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അടിപൊളിയാണ്. കൂടുതൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ വേണമെങ്കിൽ ഗൂഗിൾ ചെയ്യുക, അതാണ് ബെസ്റ്റ്. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ സംഭവങ്ങളൊക്കെ കിടുക്കനാണ്, ഒരു രക്ഷയില്ല.
കണ്ടോ, ഇവിടെ നിന്ന് കിട്ടിയ സംഭവങ്ങളൊക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ നോക്കിയാൽ എന്താന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇതാ അവരിവിടെ കറക്റ്റ് പിക്ചറൊക്കെ കൊടുത്ത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ ബേസിനുണ്ട്, സീറ്റുണ്ട്, ഹാൻഡ് മില്ലുണ്ട്, പിന്നെന്താ ഓഫറിങ് ടേബിള്, സ്റ്റോൺ സ്ലാബ്സ്, ഗട്ടർ, ഹാൻഡ് മിൽ, ബേസിൻ ബേസ്, ഇതെല്ലാത്തിൻ്റെയും അവശിഷ്ടങ്ങളാണ് പണ്ടുണ്ടായിരുന്നതിൻ്റെ. ഇതാ ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് നിൽക്കണതൊക്കെ പണ്ടത്തെ കാലത്തെ വീടുകളാട്ടോ, വീടുകളുടെ അവശിഷ്ടങ്ങളാണ്. ഇതൊക്കെ അവരിവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ 2 നില വീടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കണ്ടല്ലേ, ഈ ഭാഗം കംപ്ലീറ്റ് റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്നു. ഈ ഭാഗം സ്റ്റോറായിരുന്നു എന്നാട്ടോ അവിടെ എഴുതി വെച്ചിരിക്കണത്. നമ്മളത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നാൽ ഇവിടെ ഒരു അഗാധമായ ഗർത്തമൊക്കെ കാണാട്ടാ. എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവണില്ല. എന്താണെങ്കിലും പുരാതനമായ സംഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര താല്പര്യമാവും. ഇത് കറങ്ങി നടന്ന് കാണാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടാ. കണ്ടില്ലേ, നീണ്ടു നിവർന്ന് പരന്ന് കിടക്കുകയാണ്. പക്ഷെ നമുക്കിത് താല്പര്യമില്ലാത്ത വിഷയം കാരണം നമ്മളിത് പതുക്കെ അവിടെ നിന്ന് തെറിക്കുകയാണ്. ഇതാണ് കേട്ടോ അവിടുന്ന് അവസാനമായി വ്യാപാരത്തിന് ഉപയോഗിച്ച ബോട്ടിന്റെ അവശിഷ്ടം. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടല്ലോ, അതാ ഇവിടെ നമ്മുടെ അവസാനമായി സഞ്ചരിച്ച ബോട്ടിന്റെ ഒരു കോപ്പി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സംഭവമായിരുന്നു ഈ പോർട്ടിൽ നിന്ന് അവസാനമായി പോയ ബോട്ട് കേട്ടോ. കണ്ടില്ലേ, എന്തൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്, അറബിയിലാണ്. അപ്പം ഇതാണ് ആ ഒരു സംഭവം. അതിൻ്റെ അപ്പുറത്ത് എന്തോ ഒരു ചെറിയ ബോട്ട് ഉണ്ട് കേട്ടോ. അതെന്താ സംഭവം ആവോ, ചിലപ്പോൾ ഈ പുരാണ കാലത്തെ വല്ല സംഭവങ്ങളാവും. അപ്പം അതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, അടിപൊളി കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഇവിടെ തന്നെ ഇവരുടെ ഒരു സുംഹുറാം ദ ആർക്കിയോളജിക്കൽ ഗാലറി എന്ന് പറഞ്ഞിട്ട് ഒരു ഗാലറി ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി അതും കൂടി ഒന്ന് കാണാം. ഏതായാലും ഇതുവരെ വന്നല്ലേ. പുഷ്, വാവ്. ഇതിൻ്റെ ഉള്ളിൽ കയറി വന്നാൽ ഇതാണ് സംഭവം. ഇത് ഇവിടെ ഉണ്ടായിരുന്നൊരു അമ്പലത്തിൻ്റെ മാതൃക ഉണ്ടാക്കി വെച്ചിരിക്കുക കേട്ടോ. ഇത് കണ്ടുപിടിച്ചത് 2003 പിന്നെ അത് ഇവിടെ നിങ്ങൾക്ക് കാണാം ലൈം സ്റ്റോൺ ബേസിൻ. പിന്നെ ഇവിടെ ലൈം സ്റ്റോൺ സർക്കുലർ ബേസിൻ. പിന്നെ ഇതിൽ കണ്ടില്ലേ കുക്കിംഗ് പോട്ട്, ചെറിയ ചെറിയ ജാറുകൾ, പിന്നെ സ്റ്റോൺ ലിഡ്, ബോൺ ഔൾ എന്നാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ പോയി കണ്ട ഈ ആർക്കിയോളജിക്കൽ സൈറ്റിൻ്റെ ഒരു ചെറിയ സ്ട്രക്ചർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പാറ കണ്ടോ, ഈ പാറയിലെ റോക്ക് വിത്ത് അറേബ്യൻ ഇൻസ്ക്രിപ്ഷൻ ഫൗണ്ട് ഇൻ ദ ഏരിയ ബിറ്റ്വീൻ സദാ ആൻഡ് മിർബാദ്. അതാണ് ഈ കല്ല്. അപ്പോൾ ആ പണ്ടത്തെ കാലത്തെ ജീവിതം ഇതാ ഇവിടെ സിനിമയായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലിരുന്ന് കാണാം, അതിനുള്ള സൗകര്യമുണ്ട് അവിടെ സ്ക്രീനിൽ. നമ്മളങ്ങനെ ആർക്കിയോളജിക്കൽ പാർക്കൊക്കെ കണ്ടിറങ്ങി. ഇതൊരു അടിപൊളി സ്ഥലം കേട്ടോ. നമുക്ക് ഓരോ മുക്കിലും മൂലയിലും ഓരോ ജീവികൾ ഇങ്ങനെ മേഞ്ഞ് നടക്കണ കാണാം. ഇതാ ഈ ഭാഗത്ത് ഇതാപ്പം കണ്ടോ, ഒട്ടകങ്ങൾ മേഞ്ഞ് കിടക്കണ. അടിപൊളി കാഴ്ചകളാട്ടോ. പോണ വഴിക്ക് ഇങ്ങനെ ഓരോ ഗ്യാപ്പിൽ ഓരോന്നിനെ കാണാം. നമുക്ക് പശുവിനെ കാണാം, ആടിനെ കാണാം. ഓരോത്തിനും ഓരോ ഏരിയകളാണ്. അടിപൊളിയല്ലേ. അവിടുന്ന് കുറച്ചും കൂടി മുന്നിലേക്ക് വന്നപ്പോൾ ഇതാ കണ്ടോ, ഇവിടെ കംപ്ലീറ്റ് പശുക്കളാണ് കേട്ടോ. ഇവിടെ പശുക്കളുടെ ഏരിയ എന്ന് തോന്നുന്നു. കംപ്ലീറ്റ് പശുക്കൾ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഒക്കെ പശുക്കളാണ്. അടിപൊളി കാഴ്ച കേട്ടോ. ഇതൊക്കെ സലാലയിലല്ലാതെ വേറെ എല്ലായിടത്തും കാണാൻ പറ്റുമോ? അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നിലേക്ക് വന്നാൽ നിങ്ങൾ നോക്കിയേ, ഇത് കംപ്ലീറ്റ് ആടുകളാണ് കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് ആടുകൾ കൂട്ടം കൂട്ടായി മേഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയല്ലേ. ഓരോ സൈഡില് ഓരോ ജീവികൾ കയ്യേറിയിരിക്കണു. അടിപൊളി. എല്ലാവരും എന്ത് റെഡ് കളർ റോസ് അല്ലേ, റോസും പിടിച്ചേക്കണ ഉദ്ദേശം എന്താ? നിർത്തി വാങ്ങണുണ്ട്
നമ്മളിപ്പോ പോണുണ്ടല്ലോ സലാലയിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന വാദി ദർബാദിലേക്കാണ് കേട്ടോ. ഇവിടെയാണ് സലാലയുടെ എല്ലാം ഇരിക്കണത്. ഒരുപാട് വെള്ളച്ചാട്ടം, പിന്നെന്താ വാട്ടർ ആക്ടിവിറ്റീസ്, പിന്നെ ഏറ്റവും നല്ല അടിപൊളിയായൊരു കാണാൻ ഭംഗിയുള്ളൊരു സ്പോട്ട്. അപ്പൊ നമ്മള് അവിടേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കണത്. പിന്നെ റൂട്ടിനെയും കാലാവസ്ഥേനെയും പറ്റി പിന്നെയും ഞാൻ എടുത്തു പറയണില്ല. നല്ല ഫുൾ പച്ച പതച്ച മലയിൽ കൂടെ നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചാറ്റൽ മഴ എപ്പോഴും ഉണ്ട്. അത് ആസ്വദിച്ച് നമ്മൾ വാദി ദർബാദിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ശരിക്കും പെട്ടുട്ടാ. ഞാൻ പറഞ്ഞല്ലേ, ഇത് സലാലയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇവിടേക്ക് ഒഴുകുകയാണ്. ഇത് കണ്ടോ, ഇഷ്ടമാതിരി കാറുകളാണ് നമ്മുടെ മുന്നില്. അവിടേക്കൊക്കെ ആ മരത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ നോക്കിയാൽ കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ കാണാം. ഒരു രക്ഷയില്ലാട്ടാ. അവിടെ എത്ര മണിക്ക് എത്തിപ്പെടുന്ന ഒരൈഡിയില്ല. അതും ഇതാണെങ്കിൽ ഉറുമ്പായിരിക്കണ പോലെ പതുക്കെയാണ് ഈ അരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാദി ദർബാത്തിലെ ഈ കാഴ്ചകൾ കാണാനുണ്ടല്ലോ, ഇതൊരു 3 കിലോമീറ്ററിന്റെ ഒരു സ്ട്രെച്ച് ആട്ടോ. ഈ 3 കിലോമീറ്റർ താണ്ടി നമ്മൾ ഈ തെറ്റത്തെത്തിയത് ഏകദേശം ഒരു 3/4 മണിക്കൂർ വണ്ടി ഓടിച്ചിട്ടാണ്. കാരണം അമ്മാതിരി തിരക്കായിരുന്നു. ഇതാണ് ദർബാദിന്റെ ഒരു അവസാനം, എൻഡ് പോയിന്റ്. ഇവിടുത്തെ ഈ മലകളും സംഭവങ്ങളൊക്കെ ഉണ്ടോ, പച്ച മൂടി നിൽക്കട്ടാ. അപ്പുറത്ത് നോക്കിയ അടിപൊളിയായിട്ട് അരുവി ഒഴുകണു. ഒരുപാട് കടകള്, ഹോട്ടൽസ്, ആക്ടിവിറ്റീസ്, റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടാ. അത്ര അടിപൊളി ഒരു സ്ഥലമാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഒമാനിലെ തന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണിത്. ഇതിനെ വെല്ലാൻ ഒമാനിൽ ഒരു സ്ഥലവും ഇല്ല എന്നുള്ളതാണ് സത്യം. നമുക്കിനി ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. മഴയാണെങ്കിൽ ചാർന്നുണ്ട്. ഇതാ കണ്ട അവിടെ മുന്നിൽ തന്നെ ദർബാർ പാർക്ക് എന്നൊക്കെ എഴുതിയിട്ട് നമുക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ കറക്റ്റ് പറഞ്ഞാൽ അതിന്റെ ഒരു എൻട്രി പോയിന്റ്. നമ്മളിതാ ഉള്ളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. നമ്മളവിടുന്ന് ഇതാ താഴത്തേക്ക് ഇറങ്ങി വന്നാൽ കണ്ടില്ലേ, ഒരുപാട് ഇതൊക്കെ ഈ ഖരീഫിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളതാണ് കേട്ടോ. നല്ല വൃത്തിയായിട്ട്. ഇവിടെ ഒരു ബോട്ട് സവാരി കേന്ദ്രമാണ് ആദ്യം തന്നെ. എല്ലാവരും പലതരത്തിലുള്ള ബോട്ടുകൾ എടുത്തത് അങ്ങനെ ഈ തടാകത്തിൽ കൂടെ സവാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കയറണം ബോട്ടില്. പക്ഷെ പ്രശ്നം നമുക്കിന്ന് എന്താ പറ്റിയതെന്ന് വെച്ചാൽ ചാറ്റൽ മഴ ഉണ്ട്. അതാണ് ഒരു പ്രശ്നം. പക്ഷെ ഈ സ്ഥലം നോക്കിയേ, ഇവർ ഈ താഴ്ഭാഗമൊക്കെ നോക്കിയാണ്ടോ, ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് ഫുൾ കവർ ചെയ്തിരിക്കട്ടോ. അത് കാരണം മഴയോ എന്താ പറയാ, മണ്ണോ ചെളിയോ സംഭവങ്ങളോ ഒന്നുമില്ല. കണ്ടില്ലേ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. പല ടൈപ്പിലുള്ള ബോട്ടുകളുണ്ട് കേട്ടോ അവിടെ. അവിടെ മുന്നിൽ നിങ്ങൾക്ക് സ്വാൻ ബോട്ട് കാണാം. ഇതവിടെ സാധാ ബോട്ടുകൾ കണ്ടില്ലേ, കുറെ കവർ ചെയ്തിട്ടുള്ള ബോട്ടുകൾ ഇതാ പോണു. അടിപൊളി. ബോട്ടിങ്ങിന് പോണേക്കാളും മുന്നേ നമ്മൾ വിചാരിച്ചു ഭക്ഷണം കഴിച്ചിട്ട് ബോട്ടിങ് തുടങ്ങാന്ന്. ഇവിടെ റെസ്റ്റോറന്റ് ഉണ്ട് കേട്ടോ. റെഡ് കാർപ്പറ്റ് ഒക്കെ വിരിച്ചിട്ടാണ് റെസ്റ്റോറന്റിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യണത്. ഈ ഒരു പാറയിടുക്കിന്റെ അടിഭാഗത്താണ് ഈ റെസ്റ്റോറന്റ് വരുന്നത്. കണ്ടോ, നമ്മളിതാ റെസ്റ്റോറൻറ്റിലേക്ക് കയറുകയാണ്. കണ്ടോ, ഇതൊരു പാറയിടുക്കാണ്. കംപ്ലീറ്റ് നാച്ചുറലാട്ടാ, ഒന്നും ആർട്ടിഫിഷ്യൽ ഇല്ല. അതിൻ്റെ അടിയിൽ ഇതാ ടേബിളും ചെയറൊക്കെ ഇട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളി വ്യൂ, സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ഭക്ഷണം വാങ്ങി കഴിക്കാം. ഇവിടുത്തെ ടേബിൾ വരെ വെറൈറ്റി ആട്ടോ. ഇരിക്കണ ടേബിളിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് കസാരയും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റെസ്റ്റോറൻ്റ് അല്ല, കഫേ ആണ്. അത് കാരണം നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്കോപ്പില്ല. നമ്മൾ കുറച്ച് കേക്കും സംഭവങ്ങളൊക്കെ വാങ്ങി, കേക്ക്, മൊജിറ്റോ വക പരിപാടികളൊക്കെ. ഇവിടുന്ന് കഴിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു അടിപൊളി ഒരു വൈബാണ് കേട്ടോ. അടിപൊളി. നമ്മൾ കഫേന്ന് ഇറങ്ങിട്ടോ. ഇവിടെയാണ് നമ്മുടെ ബോട്ടിന്റെ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ നമുക്ക് ബോട്ടിനുള്ള ടിക്കറ്റ് എടുക്കാം. ഇവിടെ നമുക്ക് പല ടൈപ്പ് ബോട്ട് കിട്ടും കേട്ടോ. 3 റിയാലിൻ്റെ ഉണ്ട്, 5 റിയാലിൻ്റെ ഉണ്ട്, 8 റിയാലിൻ്റെ ഉണ്ട്, 2 റിയാലിൻ്റെ ഉണ്ട്, 3 റിയാലിൻ്റെ ഉണ്ട്. നമ്മളിപ്പോൾ മഴയുള്ള കാരണം ഈ കവർ ചെയ്ത് പോകണല്ലോ. അത് കാരണം ഈ 5 റിയാലിൻ്റെ ബോട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മഴ നിൽക്കണില്ല കേട്ടോ, ഇപ്പോഴും ചാറ്റൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. ഇതാ ടിക്കറ്റ് പിടിച്ചോളോ. പോവാ, ബാ 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 ബാ, വേഗം ബോട്ടിൽ കയറാം. ഈ തോട് കണ്ടോ, ഇതിൽ ഇഷ്ടംമാതിരി മീനുകൾ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇഷ്ടംമാതിരി മീനുകൾ, കൂട്ടായിട്ട് അങ്ങനെ മീനുകൾ പോണത് കണ്ടോ.
ഈ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടാ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. വരിക ബോട്ടിലേക്ക് കിടക്ക, ബോട്ടിൽ പോവാ, വേഗം കിടക്ക. ഇതാ ആട്ടിൻകുട്ടിയല്ല കേട്ടാ, മാനാണ്. കണ്ടില്ലേ, നമുക്ക് മാനിനെ വരെ അവിടെ കാണാം. കണ്ടില്ലേ, കുറച്ച് മാറിയിക്കണമെന്നല്ലേ, അല്ലെങ്കിൽ ഇടികൊണ്ട് ചാവേണ്ടി വരും. നമ്മളെല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടു. ഇതാ ബോട്ടിൽ കയറാട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്രിപ്പിനുള്ള ബോട്ട്. ഐശ്വര്യമായി വലതുകാല് വെച്ച് കയറട്ടെ. അയ്യവാ, നമ്മള് നേരത്തെ കണ്ട മാന അവിടെ നിന്ന് വെള്ളം കുടിക്കണ്ട കേട്ടാ. നമ്മള് യാത്ര തുടങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, അടിപൊളി ഒരു രസമുള്ള ട്രിപ്പ്. ചിന്തിക്കാൻ പറ്റുമോ? ദോമാനിലാട്ടാ, ഞാൻ വീണ്ടും പറയാണ്. ഈ പാറക്കെട്ടിന്റെ മുകളിൽ നിന്നൊക്കെ വെള്ളം ചാടണുണ്ടോ? നേരെ ഈ അരുവിയിലേക്ക് കേട്ടാ. എങ്ങനെ ഉണ്ടായിരുന്നോ? തകർത്താണോ? തകർപ്പാണോ? അതെന്താ? എന്തോ പ്രാണി ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ. അതൊഴിച്ചാൽ ബാക്കി എല്ലാം ഇവിടെ അടിപൊളിയാണ്. ആ പ്രാണി ശല്യാണ് ഒരു ബുദ്ധിമുട്ട്. അതല്ലെങ്കിൽ എല്ലാം സൂപ്പറാണ്. ഇത് കണ്ടില്ലേ, ഈ വ്യൂ ഒക്കെ എവിടെ പോയാൽ കാണാൻ പറ്റും. കണ്ടില്ലേ, അടിപൊളിയാണ്. നമ്മളിതാ എൻജോയ് ചെയ്ത് ബോട്ട് റൈഡ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആഘോഷിക്കല്ല, ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴയാണെങ്കിൽ ഇപ്പം മാറിയേക്കും ചെയ്തു, അത് കാരണം അടിപൊളിയായി. നമ്മുടെ ബോട്ട് യാത്ര ഇവിടെ അവസാനിക്കട്ടാ. കഷ്ടി നമ്മള് ഒരു അരമണിക്കൂർ ഇതിൽ കൂടെ ഓടിച്ചു, ഈ തടാകത്തിൽ കൂടെ ബോട്ട് ഓടിച്ചു. നമ്മളെ ബോട്ട് ഓടിപ്പിച്ച ആളും നല്ലൊരാളായിരുന്നു. അപ്പൊ നാം കേ ഔറംഗസീബ് ആയിരുന്നു. ഔറംഗസീബ് നമ്മളെ ഇരുത്തി ഒരുപാട് കറക്കി. സമയം പോയതറിഞ്ഞില്ല സത്യം പറഞ്ഞ. ഔറംഗസീബിന്റെ കുറെ ലാത്തിയടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മള് ബോട്ട് റൈഡിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇതാ അവിടെ കുതിര വേണമെങ്കിൽ കുതിര സവാരി കണ്ടില്ലേ, കുതിരയൊക്കെ ആയിട്ട് ആള് റെഡിയാണ്. എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടാ. പക്ഷെ അതൊന്നുമല്ല ഇവിടുത്തെ വൈബ്. ഇവിടുത്തെ വൈബ് എന്ന് പറയണത് ഇതാ, ഇതിൽ കൂടെ ഇങ്ങനെ നടക്കുക, നല്ല തണുത്ത കാറ്റും കൊണ്ടിട്ട് ഈ പ്രകൃതി ആസ്വദിച്ചിട്ട്. നമ്മളിത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇതാ മുന്നിലൊരു തട്ടുകട കണ്ടു കേട്ടാ. കണ്ടില്ലേ, നല്ല അടിപൊളി ഒരു തട്ടുകട, നല്ല ആംബിയൻസ്. കണ്ടില്ലേ, ഓരോ കുടില് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയ ചെറിയ ഹട്ടുകൾ കണ്ടോ, ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റുന്ന തോന്നുന്നു. എന്തായാലും ഈ വൈബിനൊക്കെ പറ്റിയൊരു സെറ്റപ്പാണ്. നമ്മളെന്തായാലും വിചാരിച്ചു അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാന്ന്. അവിടേക്ക് നടന്നുകൊണ്ടിരിക്കട്ടാ. ഉള്ളിൽ വന്നതാ നമുക്കിവിടെ കല്ലിൽ ചുട്ട ചിക്കൻ പറഞ്ഞിട്ടുണ്ട്. ഈ ചിക്കൻ ചുടുന്നത് കല്ലിലാണ് കേട്ടോ. കണ്ടില്ലേ, ഈ കിടക്കണത് കല്ലിലാണ്. കല്ലിൽ ചുട്ട ചിക്കൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാണ് ഈ സംഭവം. പിന്നെ നമുക്ക് ഇവിടെ റൈസ് ഉണ്ട്, കാബൂളി റൈസ്. പിന്നെ ഇവിടെ ബിരിയാണി റൈസും ഉണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. സംഭവം ഇത് പൊരിക്കിട്ടാ. നമ്മൾ ഈ കല്ലിൽ ചുട്ട ഇറച്ചി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണത്. ഇതാണ് നമ്മുടെ കാബൂളി റൈസും ബിരിയാണി റൈസും വരുന്നത്. കണ്ടില്ലേ, ഇത് പകുതിയായി മേടിച്ചിട്ടുണ്ട് നമ്മള്. ഇനി അതിന്റെ മുകളിലേക്ക് നമ്മളെ ഈ ചുട്ട കോഴിക്ക് കൂടി ഇടും. നമ്മളതിന് പുറമെ ഒട്ടകത്തിന്റെ 2 സ്റ്റിക്കും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒട്ടകത്തിന്റെ ടിക്കയാണിത്, ഒട്ടകം ടിക്ക. അപ്പൊ അതും കൂടി അടിക്കാന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യം ഈ ഹട്ടിലിരുന്ന് കഴിക്കാന്നായിട്ട് വിചാരിച്ചേ. കണ്ടില്ലേ, നല്ലൊരു ഹട്ട്. പക്ഷെ ഇതിൽ പ്രശ്നം എന്താന്ന് വെച്ചാൽ നിലത്തിരുന്ന് കഴിക്കണം. പിന്നെ പോരാത്തതിന് മഴ പെയ്ത് കുറച്ച് നനഞ്ഞ് കിടക്കുക. അപ്പൊ അത് വേണ്ടാന്ന് വിചാരിച്ചു. നമ്മൾ വിചാരിച്ചു ഓപ്പൺ എയറിലിരുന്ന് കഴിക്കാന്ന്. കണ്ടില്ലേ, നല്ലൊരു അടിപൊളി ചെയറും ടേബിളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് ഇതാ ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട് നിരയായിട്ട്. നമ്മുടെ ഭക്ഷണവും ഇവിടെ വന്നു. കണ്ടില്ലേ, നേരത്തെ നമ്മുടെ ഭക്ഷണം പറഞ്ഞത് ഇവിടെ ഫുൾ സെറ്റാണ് കേട്ടോ. അടിപൊളി വൈബല്ലേ. ഇതാട്ടാ നമ്മുടെ വ്യൂ ഇവിടുന്ന്. അടിപൊളി. ഇനി പതുക്കെ ഇരുന്നത് വീശട്ടെ. കല്ലുമ്മ ചുട്ട ചിക്കൻ എങ്ങനെ ഉണ്ട് നോക്കാം നമുക്ക്. ഇതാ ഒരു പ്ലേറ്റിലിരുന്നത് നമ്മൾ 5 ആളും കൂടിയിട്ട് കല്ലുമ്മ ചുട്ട ചിക്കൻ കഴിക്കുക കേട്ടോ. ഒറ്റ പ്ലേറ്റിൽ അവർ കൊണ്ടു വെച്ചേ. കല്ലുമ്മ ചുട്ട ചിക്കൻ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. സൂപ്പറാ, പകർത്തു. ഇനി കഴിച്ചിട്ട് വരാം. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും പരിപാടികൾക്ക് ഇറങ്ങിയിട്ടാ.
ഇതാ ന്യൂഞ്ഞ് എ സിയും നമ്മുടെ സിപ്പ് ലൈനിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ഇതാ റെഡി ആയി നിൽക്കുന്നുണ്ട്. എ സിയാണ് ആദ്യം പോണ്. ഇതാ എ സിനെ സിപ്പ് ലൈനിൽ കെട്ടി തൂക്കിയിട്ടുണ്ട് കേട്ടാ. ഇതാ വരുന്നു നമ്മുടെ എസ്തർല. എ സി ബേബി, ഹൗ ആർ യു എ സി ബേബി? എ സി പൊരിച്ചു, ഇതാ പോണു. എ സി അവിടെ എത്തി, ലാൻഡ് ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? താനൊന്ന് പേടിച്ചോ? ചെറിയ പേടി പോലെ കണ്ടല്ലോ. ഇല്ലല്ലോ. ഇനി വേണ്ട ബാ, അവിടെ കൊറേ നേരം ലൈൻ നിൽക്കേണ്ടി വരും. വാ പോവാ. നമ്മളവിടെ ആസ്വദിച്ച് തീർന്നിട്ടില്ല. പക്ഷെ രാവിലെ അല്ല ഉച്ച തൊട്ടിട്ടതാ ഇപ്പൊ വൈകുന്നേരം 5 മണി വരെ ഇവിടെ തന്നെയായിരുന്നു. പക്ഷെ ഇവിടുന്ന് പോവാൻ തോന്നണില്ല, അതാണ് സത്യം. പക്ഷെ പോവാതിരിക്കാനും നിവർത്തിയില്ല, രാത്രിയായി തുടങ്ങി. അപ്പോൾ ദർബാദിലെ ഈ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് ഈ കാഴ്ചക്ക് താൽക്കാലിക ഒരു വിരാമം ഇട്ടുകൊണ്ട് നമ്മൾ ദർബാദിനോട് വിടാ പറയാണ് കേട്ടോ. ഇപ്പോഴും കണ്ടില്ലേ തിരക്ക് കണ്ടോ? ഇഷ്ടംമാതിരി ആൾക്കാരാണ് ഇപ്പോഴും. കാറ് നോക്കിയേ, പാർക്കിംഗ് ഇല്ല, 2 സൈഡിലും കാറ് പാർക്ക് ചെയ്ത് പാർക്കിംഗ് ലോട്ട് എല്ലാം ഫുൾ സജീവാണ്. ഒരു 8 മണി വരെ, രാത്രി 8 മണി വരെ ഈ ഏരിയ സജീവമായി നിലയുള്ളൂ കേട്ടോ. ക്യാമ്പ് ചെയ്യാൻ വരുന്നവരുണ്ട്. ക്യാമ്പിംഗ് അല്ല അവിടെ അല്ലാന്ന് തോന്നുന്നു. രാവിലെ ഭക്ഷണമൊക്കെ ആയി വന്ന് വൈകുന്നേരം തിരിച്ചു പോണവരും അങ്ങനെയൊക്കെ കുറെ ആൾക്കാരെ കാണാം കേട്ടോ നമുക്കിവിടെ. നമ്മുടെ ഈ ദർബാദിൽ തന്നെ നല്ല അടിപൊളി ഒരു വാട്ടർഫോളിന്റെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. നമ്മൾ അത് കാണാൻ വന്നിരിക്കുക. നിങ്ങൾക്കിത് അപ്പോൾ അവിടെ കാണാം. ഞാൻ അതിന്റെ അടുത്ത് പോയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. വെള്ളം ഇങ്ങനെ തിട്ടായിട്ട് വരണത്, ചാടിക്കൊണ്ടിരിക്കണത്. ഈ ഒരു ഏരിയ നോക്കിയാൽ നിങ്ങൾ, വെള്ളം ഇങ്ങനെ തിട്ടായിട്ട് ഒലിച്ചു വരണത്. ഇത് കുറച്ചും കൂടി വലിയൊരു ഏരിയ ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ അതിന്റെ മുകളിലേക്ക് നമുക്ക് നടക്കാൻ പോകാൻ പറ്റുമായിരുന്നു. ഇപ്പം അവരത് എലവ് ഇല്ലാന്ന് തോന്നുന്നു. കണ്ടോ, ആ വെള്ളം ഇങ്ങനെ ഒലിച്ചു വന്ന് ഇതാ ഇവിടെ ഒരു അരുവിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ബോട്ടിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ബോട്ടിൽ കയറി വന്നല്ലേ ഉള്ളൂ. അത് കാരണം ഇനി ബോട്ടിങ്ങിന് നമ്മൾ പോകണില്ല എന്തായാലും. അല്ല, വെടിക്കെട്ട് സ്ഥലല്ലേ. ഒന്ന് ചാടിയാലേ വെള്ളത്തില്? കാലല്ല, ഫുള്ളായിട്ടാണ്ട് ചാടിയാലോ? ആ, നല്ല തണുത്ത പച്ച വെള്ളാട്ടോ. അടിപൊളി സ്ഥലം. അവിടെ നിന്ന് കയറി കുറച്ച് മുകളിലേക്ക് വന്നാൽ നമുക്ക് ആ വെള്ളം വരുന്ന ഏരിയ ഒക്കെ കാണാട്ടോ. അവിടെ കുറച്ചും കൂടി ശക്തമായ ഇവിടെയൊക്കെ വെള്ളമാവും, ഫുൾ വെള്ളം വരും അടിയിലേക്ക്. ഞാൻ ഇപ്പൊ ചോദിച്ചപ്പോ അറിയാൻ കഴിഞ്ഞെന്ന്, ഇപ്പം നമ്മളെ ആരും അവിടേക്ക് കടത്തി വിടുന്നില്ല, കാരണം സീസൺ ആയതുകൊണ്ട്. സീസൺ കഴിയുകയാണെങ്കിൽ നമുക്ക് അവിടെ ആക്സസ് ഉണ്ട്. കണ്ടോ, വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നു അവിടെ നിന്ന്, മലയുടെ മുകളിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളമാണിത്. ഇതവിടെ ദർബാദിന് നല്ലൊരു അടിപൊളി കഫേ ഉണ്ട് കേട്ടോ. ദർബാദ് കഫേ എന്നാണ് പേര്. ഇവിടുന്ന് വ്യൂ അടിപൊളിയാന്നാണ് എല്ലാവരും പറയണത്, ഇവിടുന്ന് നോക്കുമ്പോഴുള്ള വ്യൂ. അപ്പം നമ്മൾക്ക് ആ വ്യൂ എന്താ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ. വൈകുന്നേരം സന്ധ്യയോട് കൂടിയിട്ട് എല്ലാം ലൈറ്റൊക്കെ ഇട്ട് ചെറുതായി ഡെക്കറേഷനും പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി ഒരു ഏരിയയിലാണ് ഈ സംഭവം. കണ്ടോ, ഇതാണ് നമ്മുടെ കഫേ. എന്തായാലും ഇവിടെ എത്തിയ സ്ഥിതിക്ക് നമുക്ക് ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കുടിക്കാം. ഇത് കണ്ടോ, ഇവിടെ കയറി വന്നാൽ ഇതാ ഇതിൽ കൂടെയാണ് ഈ വെള്ളം ഒലിച്ചു വരുന്നു എന്ന് പറയണത് ഇവര്. കണ്ടോ, ഇത് മഴക്കാലത്തുണ്ടല്ലോ, നമ്മളവിടെ കണ്ടോ ആ ഒരു ഏരിയയിൽ നിന്നാട്ടോ നമ്മൾ വരുന്നേ. അവിടെയാണ് നമ്മൾ ഇത്രയും നേരം കറങ്ങണ്ടായിരുന്നത്, ദർബാദ്. അവിടുത്തെ ആ വെള്ളമൊക്കെ ഇതാ കംപ്ലീറ്റ് ഇതിൽ കൂടെ ഒലിച്ചു വരും. കുറച്ച് മഴ ഒന്ന് സ്ട്രോങ് ആയാൽ ഈ ഭാഗത്ത് കൂടെ ഒലിച്ച് ഇതിന്റെ ബാക്കിലാണ് ഇത് പോയി വീഴാൻ തോന്നുന്നു. നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയി നോക്കാം. ഈ മുമ്പില് കാണുന്നൊക്കെ ഉണ്ടല്ലോ തെങ്ങും തോപ്പാട്ടോ. ചിന്തിക്കാൻ പറ്റുമോ? കേരള അല്ലാട്ടാ, സലാലയാണ്, ഒമാനിലെ. അപ്പൊ അതാ നമ്മളിവിടെ എല്ലാവരും വന്നിരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വ്യൂ വരണതും, കണ്ടില്ലേ? ആ വെള്ളം ഇവിടെ ഇങ്ങനെ വന്ന് അവസാനിച്ച് ഇവിടുന്ന് താഴത്തേക്ക് വീഴുന്നാട്ടാ തോന്നണ. ഇവിടെ നോക്കിയാൽ നമ്മുടെ സലാലയുടെ ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം, കണ്ടില്ലേ? എല്ലാം
മഞ്ഞ് മൂടി കിടക്കുകയാണ്, ഒന്നും ക്ലിയർ അല്ല. എന്താണെങ്കിലും അടിപൊളി ഒരു കഫേ ആട്ടോ അത്. സംഭവം പൊരിച്ചു. അങ്ങനെ നമ്മള് ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തിയിട്ടും പിള്ളേരുടെ ആരോഗ്യം തീർന്നിട്ടില്ല. അവർക്ക് സ്വിമ്മിംഗ് പൂളിൽ പോകണമെന്നാ പറയണ. അപ്പൊ എല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ പോകാൻ വേണ്ടിട്ട് ഇതാ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യണില്ല, ഇന്ന് തന്നെ ഒരുപാടായി. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കണു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. സലാല സീരീസ് അവസാനിപ്പിക്കണില്ല, നാളെയും സലാലയിൽ തന്നെയാണ്. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.